നമസ്കാരം, ഇൻഫോ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ രീഷ്മ യതീന്ദ്രദാസ്. ഇന്നത്തെ പ്രധാന വാർത്തകൾ. പുതുക്കാട് ചെങ്ങാലൂർ 9-ാം വാർഡ് സൗഹൃദം തണൽ ക്ലബിന്റെ ഓണാഘോഷം സംഘടിപ്പിച്ചു. ചാലക്കുടി പബ്ലിക് സോഷ്യൽ വെൽഫെയർ സഹകരണ സംഘം മോതിരക്കണ്ണി ജംഗ്ഷനിൽ ഓണച്ചന്ത ആരംഭിച്ചു. ഇരിങ്ങാലക്കുട രൂപത സ്നേഹസദൻ ആശീർവാദവും ഉദ്ഘാടനവും നടത്തി. ക്രാഫ്റ്റ് ജോസ് പല്ലിശ്ശേരി നാടകമേളയുടെ ടിക്കറ്റ് പ്രകാശനം നിർവഹിച്ചു. സപ്ലൈകോ പുതുക്കാട് നിയോജക മണ്ഡലം ഓണം ഫെയർ ഉദ്ഘാടനം ചെയ്തു. ഇളം തലമുറയിൽ സോഷ്യൽ മീഡിയയുടെയും ലഹരിയുടെയും സ്വാധീനം ഏറിവരുന്ന സാഹചര്യത്തിൽ കുട്ടികൾക്ക് വേണ്ടി മാത്രമായി റീഹാബിലിറ്റേഷൻ സെന്റർ നിർമ്മിക്കുന്നു. വിശദമായ വാർത്തയിലേക്ക്. പുതുക്കാട് ചെങ്ങാലൂർ 9-ാം വാർഡ് സൗഹൃദം തണൽ ക്ലബിന്റെ ഓണാഘോഷം സംഘടിപ്പിച്ചു. പുതുക്കാട് ചെങ്ങാലൂർ 9-ാം വാർഡ് സൗഹൃദം തണൽ ക്ലബിന്റെ ഓണാഘോഷം സംഘടിപ്പിച്ചു. കുണ്ടുകടവ് മഹാദേവ ക്ഷേത്രം ഹാളിൽ നടന്ന ഓണാഘോഷ പരിപാടികൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. തണൽ പ്രസിഡന്റ് രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഫാദർ ജിജോ മുരിങ്ങാത്തേരി മുഖ്യാതിഥിയായി. പഞ്ചായത്ത് സെക്രട്ടറി ഉമ ഉണ്ണികൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സതി സുധീർ, തണൽ പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് VK വേലുക്കുട്ടി, സെക്രട്ടറി ചാക്കുണ്ണി, പുതുക്കാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് രാജു തടിയപ്പറമ്പിൽ, പഞ്ചായത്ത് ജനപ്രതിനിധികൾ, തണൽ സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ചടങ്ങിൽ 200ഓളം അംഗങ്ങൾക്ക് ഓണപ്പുടവ നൽകി. തുടർന്ന് ഓണസദ്യയും അംഗങ്ങൾക്കുള്ള ഐഡന്റിറ്റി കാർഡ് വിതരണവും അംഗങ്ങളുടെ കലാപരിപാടികളും നടന്നു. പിന്നീടുള്ള ഒരു വർഷം നമുക്ക് ഏറ്റവും ചുരുങ്ങിയ തലത്തിൽ വയോജനങ്ങളുടെ ഒരു ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചു. ചെങ്ങാലൂർ പ്രദേശത്ത് പ്രത്യേകിച്ച് പുതുക്കാട് പഞ്ചായത്തിന് പൊതുവായി ശ്രീ KK നാരായണന്റെ നേതൃത്വത്തിൽ ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി. ഈ ചെങ്ങാലൂര് 9-ാം വാർഡിന്റെ തണലിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന ശ്രീ രാമകൃഷ്ണ വർഗൾ ചാലക്കുടി പബ്ലിക് സോഷ്യൽ വെൽഫെയർ സഹകരണ സംഘം മോതിരക്കണ്ണി ജംഗ്ഷനിൽ ഓണച്ചന്ത ആരംഭിച്ചു. ബാങ്ക് പ്രസിഡന്റും RJD സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ യൂജിൻ മോറേലി ഉദ്ഘാടനം ചെയ്തു. ബോർഡ് അംഗം ഡേവിസ് താക്കോൽക്കാരൻ അധ്യക്ഷത വഹിച്ചു. ബോർഡ് അംഗങ്ങളായ ജോർജ് V ഐനിക്കൽ, KK അനിൽകുമാർ, PK മനോജ്, AL കൊച്ചപ്പൻ, ഷീബ ശ്രീനിവാസൻ, അപർണ ശരൺകുമാർ, ലിസ ജെയ്സൺ, സെക്രട്ടറി AB പോൾ പുല്ലൻ, ഹസീന നിഷാബ്, ജോൺസൺ മോറേലി എന്നിവർ പ്രസംഗിച്ചു. സെപ്റ്റംബർ 14 വരെ ഓണച്ചന്ത പ്രവർത്തിക്കും. ഇരിങ്ങാലക്കുട രൂപത സ്നേഹസദൻ ആശീർവാദവും ഉദ്ഘാടനവും നടത്തി. കിടപ്പ് രോഗികൾക്ക് അഭയ കേന്ദ്രമായാണ് സ്നേഹസദൻ നിർമ്മിച്ചിട്ടുള്ളത്. പരിപാടിയുടെ ഉദ്ഘാടനം മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ നിർവഹിച്ചു. ഇരിങ്ങാലക്കുട രൂപത അധ്യക്ഷൻ മാർ പോളി കണ്ണൂക്കാടൻ അധ്യക്ഷത വഹിച്ചു. ചാലക്കുടി MP ബെന്നി ബെഹനാൻ, MLA സനീഷ് കുമാർ ജോസഫ് എന്നിവർ മുഖ്യ അതിഥികളായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠരുമഠത്തിൽ, കോടശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് KP ജെയിംസ്, പഞ്ചായത്ത് അംഗം ആശ രാഗേഷ് എന്നിവർ പങ്കെടുത്തു. പരിഹാരം കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ന് ഈ
വീട്ടുകാർ പറഞ്ഞു 2000 പേർക്ക് വെച്ച ചോറാണ്. ഞാനൊരു അവസാനം പറയാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന്റെ കൃപാവരത്തിന് മഴ പെയ്യുമെന്ന് എല്ലാ മതസ്ഥരോട് ഞാൻ പറഞ്ഞു. എന്നിട്ട് അവനെയും കൊണ്ട് സപ്പോർട്ട് ചെയ്തു. അവന്റെ വലിയ കൽപ്പനയാണ് നല്ല സമ്പ്രദായക്കാരന്റെ കഥ പഠിപ്പിക്കും. നീയും പോയി അതുപോലെ ചെയ്യാൻ കമാൻഡ് ഓഫ് യൂക്കറിസ്റ്റ് കിട്ടിയാൽ നല്ലത്, നമുക്ക് സന്തോഷമുള്ളൂ. പക്ഷെ ഐക്യൂലൊക്കെ പോയി അപേക്ഷ കൊടുത്ത് മന്ത്രിമാരുടെ കാലിൽ പിടിച്ച് അവരുടെ പിന്നാലെ പോയി അങ്ങനെയൊന്നും നമ്മൾ ചെയ്യാറില്ല. നമ്മുടെ ജനം നൽകുന്ന ഔദാര്യമാണ് നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും നടത്തിക്കൊണ്ടുപോകാൻ നമ്മെ സഹായിക്കുന്നത്. ക്രാക്ക് ജോസ് പല്ലിശ്ശേരി നാടകമേളയുടെ ടിക്കറ്റ് പ്രകാശനം നിർവഹിച്ചു. നാടകമേളയുടെ ടിക്കറ്റ് പ്രകാശനം ചാലക്കുടി എക്സൈസ് ഇൻസ്പെക്ടറും മുഖ്യമന്ത്രിയുടെ വിശിഷ്ട സേവനത്തിനുള്ള 2024 അവാർഡ് ജേതാവുമായ ഹാരിസ് സിയു നിർവഹിച്ചു. വിശിഷ്ട സേവനത്തിനുള്ള അവാർഡ് ജേതാവായ എക്സൈസ് ഇൻസ്പെക്ടറെ ക്രാക്ട് പ്രത്യേക യോഗം അനുമോദിച്ചു. പ്രസിഡന്റ് പോൾ പാറയിൽ അധ്യക്ഷനായി. സെക്രട്ടറി PD ദിനേശ്, ജോർജ് T മാത്യു, ലൂയിസ് മേലേപ്പുറം, KK ശ്രീനിവാസൻ, ബീന ഡേവിസ്, കൌൺസിലർ തോമസ് മാളിയേക്കൽ തുടങ്ങിയവർ ആശംസകൾ നേർന്നു. ഒരുപാട് പ്രായമുള്ള ആളുകളായതുകൊണ്ട് അവരുടെ സിനിമ ഫീൽഡിൽ ഒന്ന് പോയി ഞങ്ങളുടെ ചെറുപ്പക്കാരുടെ കണ്ടിട്ട് തന്നെ അവരുടെ സിനിമക്കാരാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ആരാധനായ പോയ പല്ലിശ്ശേരി ചേട്ടൻ ഒരുപാട് കഷ്ടപ്പെട്ട് തൻ്റെ ബിസിനസ് ഉൾപ്പെടെ നശിച്ചിട്ട് അങ്ങനെ കലാരംഗത്തിന് വേണ്ടി മാത്രം അർപ്പണ മനോഭാവത്തോടെ ജീവിച്ച ഒരുപാട് കലാകാരന്മാര് അവരെയൊക്കെ സ്മരിച്ചുകൊണ്ടും ഈ നാടകോത്സവത്തിന്റെ ടിക്കറ്റ് പ്രകാശന ചടങ്ങിനെ സപ്ലൈകോ പുതുക്കാട് നിയോജക മണ്ഡലം ഓണം ഫെയർ ഉദ്ഘാടനം ചെയ്തു. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് അധ്യക്ഷത വഹിച്ച പരിപാടിയുടെ ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് മുഖ്യാതിഥിയായി പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ആൽജോ പുളിക്കൻ എന്നിവർ സംസാരിച്ചു. ഇളം തലമുറയിൽ സോഷ്യൽ മീഡിയയുടെയും ലഹരിയുടെയും സ്വാധീനം ഏറിവരുന്ന സാഹചര്യത്തിൽ കുട്ടികൾക്ക് വേണ്ടി മാത്രമായി റീഹാബിലിറ്റേഷൻ സെന്റർ നിർമ്മിക്കുന്നു. കോൺഗ്രിഗേഷൻ ഓഫ് ദി സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റിയുടെ സാമൂഹ്യ പ്രവർത്തന വിഭാഗമായ AURA കഴിഞ്ഞ 15 വർഷമായി കുട്ടികൾക്കും കുടുംബങ്ങൾക്കും വേണ്ടി പ്രവർത്തിച്ചു വരുന്നു. ഇതിനോടകം 5000-ലധികം കുട്ടികൾക്ക് ട്രെയിനിംഗ് നൽകാൻ AURAയ്ക്ക് കഴിഞ്ഞു. ഇതിന്റെ ഭാഗമായി നിർമ്മിക്കുന്ന റീഹാബിലിറ്റേഷൻ സെന്റർ ബിൽഡിംഗിന്റെ തറക്കല്ലിടൽ കർമ്മം സെപ്റ്റംബർ 14-11 മണിക്ക് തൃശൂർ അതിരൂപതയുടെ സഹായക മെത്രാൻ മാർ ടോണി നീലങ്കാവിൽ നിർവഹിക്കും. പുതുക്കാട് നിയോജക മണ്ഡലം MLA രാമചന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, നെന്മണിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു, പുതുക്കാട് ഫൊറോണ വികാരി ഫാദർ പോൾ തേക്കാനത്ത്, ചിറ്റിശ്ശേരി പള്ളി വികാരി ഫാദർ വർഗീസ് കാഞ്ഞിരത്തിങ്കൽ, കോൺഗ്രിഗേഷൻ ഓഫ് ദി സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റിയുടെ സുപ്പീരിയർ ജനറൽ C റിൻസി CAC തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൊടകര മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകനുള്ള സംസ്ഥാന PTA അവാർഡ് നേടിയ KA വർഗീസ് മാസ്റ്റർക്ക് സ്വീകരണം നൽകി. സ്വീകരണ സമ്മേളനം KPCC മെമ്പർ ഷോൺ പല്ലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് VM ആന്റണി അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ MK ഷൈൻ, ജോയ് ചെമ്പകശ്ശേരി, സദാശിവൻ കുറുവത്ത്, രഞ്ജിത്ത് കൈപ്പിള്ളി, വിനയൻ തോട്ടാപ്പിള്ളി, മിനി ദാസൻ, പ്രമീള ഗിരീശൻ, ജോസ് കൊച്ചേക്കാടൻ, റാഫൽ സൈമൺ എന്നിവർ പ്രസംഗിച്ചു. നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി സഹകരിച്ച് തലോരിൽ നടത്തിയ ചെണ്ടുമല്ലി കൃഷി വിളവെടുത്തു. KK രാമചന്ദ്രൻ MLA വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു അധ്യക്ഷത വഹിച്ചു. ഏകദേശം 60 സെന്റ് സ്ഥലത്താണ് പൂക്കൃഷി നടത്തിയത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജലക്ഷ്മി റെനീഷ്, സജിൻ മേലെടത്ത്, തലോർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് AG ഷൈജു, കൃഷി ഓഫീസർ രേഷ്മ, AEO K വിജയ തുടങ്ങിയവർ പങ്കെടുത്തു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ 4 ദിവസം നീണ്ടുനിൽക്കുന്ന ഓണച്ചന്ത ആരംഭിച്ചു.
ഓണച്ചന്തയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ അനൂപ് അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ കെ സി പ്രദീപ്, എം കെ ശൈലജ ടീച്ചർ, ടി കെ സതീശൻ എന്നിവർ സംസാരിച്ചു. CDS ചെയർപേഴ്സൺ സരിത തിലകൻ സ്വാഗതവും വൈസ് ചെയർപേഴ്സൺ അമ്പിളി വേണു നന്ദിയും പറഞ്ഞു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6680 രൂപ, പവന് 53,440 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുതുക്കാട് ചെങ്ങാലൂർ 9-ാം വാർഡ് സൗഹൃദം തണൽ ക്ലബിന്റെ ഓണാഘോഷം സംഘടിപ്പിച്ചു. ചാലക്കുടി പബ്ലിക് സോഷ്യൽ വെൽഫെയർ സഹകരണ സംഘം മോതിരക്കണ്ണി ജംഗ്ഷനിൽ ഓണച്ചന്ത ആരംഭിച്ചു. ഇരിങ്ങാലക്കുട രൂപത സ്നേഹസദൻ ആശീർവാദവും ഉദ്ഘാടനവും നടത്തി. ക്രാഫ്റ്റ് ജോസ് പല്ലിശ്ശേരി നാടകമേളയുടെ ടിക്കറ്റ് പ്രകാശനം നിർവഹിച്ചു. സപ്ലൈകോ പുതുക്കാട് നിയോജക മണ്ഡലം ഓണം ഫെയർ ഉദ്ഘാടനം ചെയ്തു. ഇളം തലമുറയിൽ സോഷ്യൽ മീഡിയയുടെയും ലഹരിയുടെയും സ്വാധീനം ഏറിവരുന്ന സാഹചര്യത്തിൽ കുട്ടികൾക്ക് വേണ്ടി മാത്രമായി റീഹാബിലിറ്റേഷൻ സെന്റർ നിർമ്മിക്കുന്നു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. ചാലക്കുടി പുതുക്കാട് മേഖലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.